ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ധന്യ. നമുക്കൊരു കിടിലൻ ഉഴുന്നവട ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ 2 കപ്പ് ഉഴുന്നെടുത്തു. അത് നന്നായിട്ട് കഴുകണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം. ഇതൊന്ന് കുതിർന്ന ശേഷം ഉഴുന്നിലെ കംപ്ലീറ്റ് വെള്ളം നമ്മളൊന്ന് മാറ്റിക്കളയണം. എന്നിട്ട് നമ്മുടെ മിക്സിൻ്റെ ചെറിയ ജാറില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് ഇട്ടിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം നമ്മൾ ചേർത്തിട്ട് അരച്ചെടുക്കണം. കുറച്ച് തരിയോടുകൂടെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഓവർ സ്മൂത്ത്നെസ് വേണ്ട, കുറച്ച് തരിയോടെ കൂടെ നമ്മൾ ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ നമ്മുടെ ഇവിടുത്തെ കംപ്ലീറ്റ് ഉഴുന്നും ഇതേപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കംപ്ലീറ്റ് ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ച കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 പീസ് സവോള മാത്രമേ ചേർക്കണുള്ളൂ. അതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് 1 പീസ് ഇഞ്ചിയും കൂടെ പൊടിയായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ലേശം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിയല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബാറ്ററിന് ആവശ്യമുള്ളത്ര ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണം അത്രത്തോളം നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. സോ നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഉഴുന്നുവടൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിനായിട്ട് നമ്മുടെ വെള്ളത്തിൽ നമ്മുടെ കൈ കുറച്ച് നനച്ചിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് അപ്പുറത്തെ കൈക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെയും നമ്മുടെ വിരലൊന്ന് നനച്ചിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതേപോലെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അറ്റ് എ ടൈം 2-3 ഉഴുന്നുവട മാത്രം ഇട്ടാൽ മതി. ഒരുപാട് ഇടുമ്പോൾ ചിലത് വേവും ചിലത് വേവാതെ ആവും. സോ 2-3 അറ്റ് എ ടൈം ഉഴുന്നുവട ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ടൈമിൽ ഗ്യാസ് ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല, ഓവർ ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ഉഴുന്നുവട റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് കോരി മാറ്റാം. സോ നമ്മുടെ ഇവിടെ കിടിലൻ ഉഴുന്നുവട റെഡി ആയിരിക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തൊരു പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.